ഇഷ്ടപ്പെടുന്ന ഒരു വൺ ഡേ ട്രിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഹായ് ഹായ് ചേട്ടാ 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 നോക്ക് ഹായ് ഗൈസ്, ഇവർ എന്താണ് ചെയ്യാൻ പോണെന്ന് നോക്കൂ. തിന്നാൻ എവിടെ പോയാലും തീറ്റയാണ് മെയിൻ. ഈ ബാക്ക് ഇരിക്കുന്ന എണ്ണെണ്ണത്തിനും പ്രത്യേകിച്ച്. ചിഞ്ചുരി കവർ എടുത്തോ, നീ ആ പേപ്പർ കഴിച്ചോ. ഞാനുണ്ട് വണ്ടിക്കകത്താണ് അറയും നിന്നെ. എനിക്ക് മാത്രം വെജ് പപ്സ്, അതും അഡീഷണൽ വേറെ കവർ ഉൾപ്പെടെ ഉണ്ട്. എനിക്ക് നല്ല സോഫ്റ്റാണ്, സോഫ്റ്റാണ്, ക്രഞ്ചിയാണ്. ഓക്കെ അല്ലേ? പേപ്പാറയിലോട്ട് പോവാണ്. പോകുന്ന റൂട്ടില് നല്ല കാടാണ്. നോക്കൂ ഗൈസ്, പുലി വന്നിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് പൊളിച്ചേന. എവിടെയാണ് ഇത്? കാട്ട് കയറിയടാ. ആള് എനക്കൊന്നും ഇല്ലടി. എവിടെയാണ്? In 200 meters, turn right onto Pepper Dam Road. കൊടുമ്പോയ രണ്ട് സ്ഥലത്തും കാട് കയറി. എങ്ങോട്ട് പോകണം? നീ വലത്തോട്ടാ? ഫോറസ്റ്റ് ആണ്, ബോർഡർ കൊണ്ടാ. ഫോറസ്റ്റ് ആണ്. Take the next right onto Pepper Dam Road. റൈറ്റ്, ഇവിടെ റൈറ്റ്. ചെക്ക് പോസ്റ്റ്. ആരും ഇല്ലടാ ഇവിടെ ചെക്ക് പോസ്റ്റിലൊന്നും. ചെക്ക് പോസ്റ്റിൽ ആരുമില്ലടാ. Continue on Pepper Dam Road for 4 kilometers. മരങ്ങളൊക്കെ തടിയൊക്കെ വെട്ടി പിരിത്തിട്ടേക്കുന്നു. ആനയൊക്കെ ഇറങ്ങി വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിജനമായൊക്കെ ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ. നിയമം ഈ കാട്ടില് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ. ഒരാൾ ലോറിയൊക്കെ ഇറങ്ങും കേട്ടോ. എൻ്റെ അമ്പലം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ വരുന്ന വഴിക്ക് ഒരു അമ്പലം ഉണ്ട്, കണ്ടായിരുന്നു. ഒരു അമ്പലമാണോ കാവാണോ? ഒരു കുഞ്ഞമ്പലമാണ്, കാട്ടിന് നടുക്കുള്ളത് തന്നെയാണ്. നമ്മൾ പോണ വഴിക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ്. നമ്മളെ കാട്ടിനുള്ളിലോട്ട് കയറിയിരിക്കുന്നു. വണ്ടി എടുത്താൽ പല പുലിയാ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ കൊന്നു കെട്ടും. ഏത് കാട്ടിൽ ആനപ്പിണ്ടോ കിടക്കും. ആനപ്പിണ്ടതാ മൊത്തം കാടാണ് ഇതിനകത്ത്. ഇവിടെ വെച്ച് വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞും അറിയില്ലേ. മരത്തിലെ ആന എല്ലാം തൊലിയൊക്കെ ഉരിഞ്ഞിട്ടേക്കുകയാണ് ഗൈസ്. കണ്ടോ ഇടപെട സംഭവം. രാത്രി ഒന്നും ഇതിന്റെ പോക്ക് കിടക്കൂല. എവിടെയാ തിരിച്ചറിവില്ല. അവൻ നേരത്തെ ഇറങ്ങാൻ ഇതുവരെ വരണ്ട. എടേ കാര്യമായിട്ട് പറഞ്ഞത് രാത്രി വരെ നടക്കൂല. അപ്പോൾ നമ്മൾ പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ആ ഒരു ആർച്ചാണ് കാണുന്നത്. അതിന്റെ മുകളിൽ ഒരു കാട്ടുപോത്തിന്റെ പ്രതിമയൊക്കെ ഉണ്ട്. വലിയ തിരക്കൊന്നുമില്ല. 2-3 വണ്ടികളെ പാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല, പണി നടക്കുന്നതേ ഉള്ളൂ. ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കൺസ്ട്രക്ഷൻസ് നടക്കുന്നത് കൊണ്ട് എൻട്രി ഫീസ് ഒന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ പേയബിൾ ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ തിരുവനന്തപുരത്തുള്ള പേപ്പാറ ഡാമിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഡാമിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് കാട്ടിലോട്ട് പോവാം. പോയിട്ട് വരാം. നമ്മൾ ഡാം കാണാൻ വേണ്ടി പോകേണ്ടത്. അവിടെയായിട്ടാണ് ഡാം വരുന്നത്. വിജയിപ്പിച്ച് കിടക്കുന്ന ഡാമാണ്.
ഒരു കരിമ്പോത്തിനെ കിട്ടിയിട്ടുണ്ട് guys. അവിടെ നല്ല വ്യൂ ആണ്. ഓക്കെയാണ്. താഴെ ആകാശം കാണാനാണ് തോന്നുന്നത്. താഴെ ഡാമാണ്. ഇത് ഡാമിന്റെ മേലിലാണ് നമ്മൾ ഡാം കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പോയിട്ടുള്ള മിക്ക ട്രിപ്പുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ സാധനം എന്ന് വെച്ചാൽ ഈ ഡാമാണ്. ഇപ്പോഴും ഞാൻ ഡാമിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ പോകുന്ന പേപ്പാറ ഡാം. ഒട്ടുമിക്ക ഡാമുകളും ഇപ്പോൾ കവർ ചെയ്തു. ഡാം കാണിക്കാവേ. ഇപ്പോൾ നമ്മുടെ പേപ്പാറ ഡാം അങ്ങനെ എത്തിയിരിക്കുന്നു. ഒരു വലിയ സ്റ്റെപ്പുണ്ട്. എല്ലാവരും സൂക്ഷിച്ചിറങ്ങും. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഫുൾ ഭയങ്കര വിജനതയായിരുന്നു. വിജൃംഭിച്ച് കിടന്നു റോഡൊക്കെ. പക്ഷേ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ആനയും പോത്തൊന്നും ഇറങ്ങില്ലെന്നാണ് പറഞ്ഞത്. രാവിലെയും രാവിലെയും വൈകിട്ടുമാണ് പ്രശ്നം. അതിന് മുന്നേ തിരിച്ചു പോകണം, ഇല്ലെങ്കിൽ സീനാണ്. പക്ഷെ നമുക്ക് ഡാമിലോട്ട് കയറാൻ പറ്റൂല. ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. ക്ലോസ്ഡ് അല്ലേ, ഓപ്പൺ അല്ല. നല്ല സൂപ്പർ വ്യൂ തന്നെ മുകളിലോട്ടൊക്കെ. പക്ഷെ ഇത് തെന്മലയിൽ ഇതുപോലെ അല്ലായിരുന്നാ? നമ്മുടെ നാട്ടിൽ ഇതിനെ പെടിക്കാലട്ടാന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് വിളിക്കുന്നതെന്ന് പറയുന്നത്? പൊടി. ഡാമിന്റെ മുകളിലേക്ക് കയറുന്ന ഒരു പോർഷനാണിത്. അവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുവാണ്. നമുക്കിവിടെ വരെ വരാൻ പെർമിഷൻ ഉള്ളൂ. അതോടെ തന്നെ ഡാമിനെ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യൂ തൽക്കാലം ഇപ്പോൾ ഇതാണ്. ദൂരെ മലനിരകളൊക്കെ കാണാം. ഡാമിൽ കയറാൻ പറ്റാത്തതിൽ ചെറിയ നഷ്ടബോധമൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടുള്ള കപ്പിൾസിന്റെ കലാപരിപാടിയാണ് ഗൈസ്. എല്ലാവരുടെയും ലിസ്റ്റ് പേരൊക്കെ പോലും വെറുതെ ഇട്ടില്ല. പേര മരം നിങ്ങൾക്ക് ഈ മരം അറിയോ ഗൈസ്? പലതവണ നമ്മളെ വീട്ടിലൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ചേട്ടൻ്റെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. മുള്ളുമുറി കയറി കൈവിടാൻ. ഈ മുള്ളുമുറിക്ക് കയറി കൈവിടാൻ പറയൂലേ ഒരു ശൈലി. ആ മുള്ളുമുറിക്കാണത്. നല്ല വണ്ണമുള്ള മുള്ളുമുരിക്ക് പിടിയെത്തൂല. ഒരഞ്ഞിറങ്ങണം കൊരുത്ത് കിടക്കിനകത്ത്. രണ്ട് വലിയ മുള്ളിനിടെ ഇതിൽ കയറുന്നതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇവര് മാനസികമായി തളർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നോക്കൂ ഗൈസ്, ഇവിടെ നിന്ന് നമുക്കൊരു കൊടിയനെയും കുടിശ്ശിയും കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നമ്മൾ പേപ്പാറ ഡാമിന്റെ ഫ്രണ്ട് പോർഷനിലോട്ട് കാണാൻ പോവാണ്. ഇതല്ല ചോര് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട്. അങ്ങോട്ട് നല്ല കാട്ടാണ്. അവർ പ്രത്യേകം പറഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പം പല വഴികളുണ്ട് കാട്ടിലോട്ട് പോകാൻ. ആരും വഴി തെറ്റരുതെന്ന് പറഞ്ഞു. ചോദിച്ചിട്ട് പോവാം. ഇത് പേപ്പാറ അതിലോട്ട് പോകാനുള്ളതാണ്. പേപ്പാറ ഡാമിൻ്റെ ഫ്രണ്ടിൽ പോകാനുള്ളത് തന്നെയാണ്. ഈ കാട്ടിൻ്റെ അകത്തുനിന്ന് ചീവിടും മറ്റു ജീവികളുടെയൊക്കെ ശബ്ദം കേൾക്കാം. നല്ല രസമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് ഈ കാട്ടിൻ്റെ അകത്തൊക്കെ പോണതും. നല്ല വൈബാണ്. അവരങ്ങോട്ട് ചോദിക്കാൻ പോയിരിക്കുകയാണ്. ചോദിച്ചിട്ടൊക്കെ വരട്ടെ. ഇതിൻ്റെ അകത്തുള്ളൊരു ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. ഇത് ഏത് സൈഡാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. നമ്മളിവിടെ ചോദിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം വന്നത്. ഇത് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പോയ വഴി തന്നെയാണ് പോവേണ്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞു. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചാൽ മനസ്സിലാവും. മൂന്ന് ശശിക്കുട്ടികൾ വരുന്നു. 3 ശശിക്കുട്ടികൾ. മൂത്തോര് പറഞ്ഞാൽ കേൾക്കണം. ഞാൻ പണ്ടൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇന്നാണ് എന്തോ. എവളെ കരടി പിടിച്ചത്. പുരിയല്ല. കൈയുടെ കൊടും വനമാണ് ഗൈസ്. നമ്മൾ നല്ല കൊടും വനത്തിനകത്തോട്ട് നടക്കുകയാണ്.
നല്ലൊരു വൈബാണ് ഇങ്ങനെ നടക്കുമ്പോൾ. പക്ഷെ ഒരു അനക്കം എങ്ങനെ കേട്ടാ തീർന്നു. ഗൈസ്, നമ്മൾ പേപ്പാറ ഡാമിൻ്റെ പോകുന്ന വഴിക്കുള്ള കാടിനകത്തുള്ള ഒരു ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. ഈ അമ്പലം കാണുമ്പോഴേ ഒരേ സമയം പേടിയും അത്ഭുതമൊക്കെ തോന്നാനും. കാട്ടിൻ്റെ അകത്ത് ഇങ്ങനൊരു അമ്പലം, നല്ല വൈബായിരിക്കും. അതിൻ്റെ അകത്തൊരു കല്ലിരുന്ന് ഞാൻ പുലി തിരിഞ്ഞിരിക്കുകയാണ്. നീ നെഞ്ചും പിരിച്ച് കിടക്കാതെ പുലിക്ക് ഒരുമാതിരി ഈഗോ അടിക്കും. നെഞ്ചും പിരിച്ച് കിടക്കല്ലേ, പുലിക്ക് ഈഗോ അടിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം പേപ്പാറ ഡാമിൻ്റെ ഫ്രണ്ട് പോർഷനിലെത്തിയിട്ടുണ്ട്. നമുക്കിവിടെ നിന്ന് ഡയറക്റ്റ് ഷട്ടർ തുറന്ന് വെക്കുകയാണ് ഇപ്പം. അപ്പം നമുക്ക് ഡയറക്റ്റ് ഷട്ടർ തുറന്ന വ്യൂ കാണാൻ പറ്റും. നമ്മൾ കുറച്ച് ദൂരം നടന്നു, കണ്ട നമ്മൾ നടന്ന വഴിയാണ്. സെറ്റ് പൊളി, സൂപ്പർ വ്യൂ തന്നെ ഗൈസ്, ഒന്നും പറയാനില്ല. സെറ്റ് അമേസിങ്. നോക്കൂ ഗൈസ്, നല്ല ഭംഗിയുണ്ട്. ഈ ഡാമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല പേടിയുണ്ട്. പക്ഷേ ഷട്ടർ തുറന്നേക്കുന്ന വ്യൂ കാണാൻ എന്ത് ഭംഗിയാണെന്നാണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടോ ഗൈസ്? നല്ല ഒഴുക്കിലാണ് വെള്ളം പോകുന്നത്. നല്ല ഒഴുക്കുണ്ട്. ഇത് നമ്മൾ ഡാമിൽ ഷട്ടർ തുറന്ന വെള്ളമാണ് വരുന്നത്. പിന്നെ ഈ വരുന്ന വെള്ളം എന്ന് വെച്ചാൽ നമ്മളെ റിസർവെയർ എന്ന് വരുന്ന വെള്ളമാണ്. നമ്മൾ കറണ്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്ന വെള്ളമാണ് ഈ പോകുന്നത്. നമ്മൾ ഈ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ പാറയുടെ മുകളിൽ നിന്ന് പതിഞ്ഞൊഴുകി പോകുന്നത് കാണുമ്പോഴുള്ള ആ ഒരു വ്യൂ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഏതൊക്കെയോ സിനിമയിൽ കണ്ട പോലെ തോന്നുന്നു. ബട്ടർഫ്ലൈ കേട്ടാ. ചെളിമാനം മഴ ചിന്നി നിറമണിയും നേരം നാട്ടിൽ കൂടി നടന്ന് ക്ഷീണിച്ച് അപ്പൊ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാനുള്ള യാത്രയാണ് ഗൈസ്. വൺ ഡേ ട്രിപ്പ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവർ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പേപ്പാറ ഡാം. നമ്മളിവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഉച്ച സമയം ആയിട്ടുള്ളൂ. നമ്മൾ നെക്സ്റ്റ് ഒരു വാട്ടർഫാൾ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെയൊന്നും നമുക്ക് നെറ്റിന് റേഞ്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാപ്പ് നോക്കാൻ വയ്യ. കുറച്ചും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് മാപ്പ് നോക്കി നമുക്കൊരു വാട്ടർഫാൾസിലോട്ട് പോവാം ഗൈസ്. സൂപ്പർ കാഴ്ചയാണ്. നിങ്ങൾ നല്ല കാടാണ്, സെറ്റ് കാട്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ കാണാം. ബൈ.